തൃപ്പൂണിത്തുറ ശ്രീ പൂർണ്ണത്രയീശ ക്ഷേത്രത്തിൽ വൃശ്ചികോത്സവത്തിനിടയിലെ തിരക്ക് നിയന്ത്രിച്ചത് ബൗൺസർമാരാണ്. 15 ബൗൺസർമാരെയാണ് ആളുകളെ നിയന്ത്രിക്കാൻ നിയോഗിച്ചിട്ടുള്ളത്. ദേവസ്വത്തിന്റെയും ക്ഷേത്രോപദേശ സമിതിയുടെയും അനുമതിയോടെയാണ് ബൗൺസർമാരെ നിയോഗിച്ചതെന്നാണ് കൊച്ചിൻ ദേവസ്വം ബോർഡ് അറിയിക്കുന്നത്. തീരുമാനത്തിൽ പക്ഷേ വിശ്വാസികൾ പ്രതിഷേധവുമായി എത്തി. ഇത് ആചാര ലംഘനമാണെന്ന് ഉൾപ്പെടെയുള്ള പ്രതിഷേധമായിട്ടാണ് ഇപ്പോൾ വിമർശനവുമായിട്ടാണ് ഭക്തർ പ്രതിഷേധിക്കുന്നത്. തൃപ്പൂണിത്തുറ പൂർണ്ണത്രയീശ ക്ഷേത്രത്തിൽ വൃശ്ചികോത്സവം നടക്കുകയാണ്. അപ്പോൾ വലിയ തിരക്കാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഒക്കെ തന്നെ ഉള്ളത്. അപ്പോൾ ഈ തിരക്ക് നിയന്ത്രിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ക്ഷേത്ര മതിൽക്കെട്ടിനകത്ത് ബൗൺസേഴ്സിനെ നിയോഗിച്ചത്. പ്രത്യേകിച്ചും എഴുന്നള്ളിപ്പിന്റെ അടക്കം സമയത്താണ് ബൗൺസേഴ്സ് ഉണ്ടായിരുന്നത്. അതിലാണ് വലിയ വിമർശനം നല്ലൊരു ശതമാനത്തോളം വിശ്വാസികളുടെ അടക്കം ഭാഗത്ത് നിന്ന് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ആ നടപടി ഇപ്പോൾ വിവാദത്തിലായിരിക്കുകയാണ്. അത് ഞങ്ങൾ കണ്ടു, ഇങ്ങനെ കൈയൊക്കെ പിടിച്ചിട്ട് കുറെ പേരൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ വളണ്ടിയേഴ്സ് ഉണ്ടല്ലോ, ഇവരുടെ ആവശ്യം എന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, ഇതുവരെ കണ്ടിട്ടില്ല. സന്നദ്ധ സംഘടനകളുണ്ട് നിലവിൽ, അവരൊക്കെ തയ്യാറുമാണ്. അല്ലെങ്കിൽ തന്നെ വോളണ്ടിയേഴ്സായിട്ട് ധാരാളം യുവാക്കൾ വരാൻ തയ്യാറാണ്. അതിന് പറയാണ്ട് ഈ മാതിരിയുള്ള വേഷം കെട്ടും ഗോഷ്ഠിയായിട്ട് മാത്രമേ ഇത് കാണാൻ സാധിക്കുള്ളൂ. അധിക സുരക്ഷയുടെ ഭാഗമായിട്ടാണ് ഇത്തരത്തിൽ ബൗൺസേഴ്സിനെ നിയോഗിച്ചത് എന്നതാണ് കൊച്ചിൻ ദേവസ്വം ബോർഡ് പറയുന്നത്. പോലീസിന്റെ സുരക്ഷയുണ്ട്, അവരുടെ മികച്ച സഹകരണമുണ്ട്. പക്ഷേ അതിനപ്പുറം ഒരു സുരക്ഷ ഒരുക്കേണ്ടതായിട്ടുണ്ട് എന്നതാണ് അവർ പറയുന്നത്. കാരണം ഈ ഉത്സവം നടക്കുന്ന ഘട്ടത്തിൽ ആനയുടെ കൊമ്പിൽ തൊടാനും ആനയുടെ അടുത്തേക്കുമൊക്കെ പല ഭക്തരും ഒക്കെ പോകാറുണ്ട്. അത് നിയന്ത്രിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഈ ക്രമീകരണം എന്നതാണ് അവർ വിശദീകരിച്ചത്. ഇതാണ് കൂടുതൽ സെക്യൂരിറ്റി വേണം തീരുമാനിച്ചു. ഈ സെക്യൂരിറ്റി ഏജൻസികളെ ബന്ധപ്പെടുമ്പോൾ കിട്ടുന്നത് പലപ്പോഴും ഈ പ്രായമുള്ള ആൾക്കാരാണ്, റിട്ടയർഡ് ആയിട്ടുള്ള ആൾക്കാരെ കിട്ടുന്നത്. അപ്പം അതുപോരാ, കുറച്ചും കൂടി ഈ ചെറിയ പ്രായത്തിലുള്ള ചെറുപ്പക്കാരെ കിട്ടുന്നുള്ള താല്പര്യത്തിൽ അങ്ങനെ അന്വേഷിച്ചപ്പോഴാണ് ഇവരെ കിട്ടിയത്. അത്തരത്തിൽ സുരക്ഷ ആവശ്യമുണ്ടെങ്കിൽ കൂടുതൽ പോലീസിനെ ആവശ്യപ്പെടുകയോ അല്ലെങ്കിൽ വോളണ്ടിയേഴ്സിന്റെ അടക്കം സഹായം തേടുകയോ ചെയ്യേണ്ടതിന് പകരം ഇത്തരത്തിൽ ബൗൺസേഴ്സിനെ എത്തിക്കുന്നത് അത് അംഗീകരിക്കാൻ കഴിയുമോ എന്ന ചോദ്യം വളരെ പ്രസക്തമാണ്. എന്തായാലും അതുൾപ്പെടെയുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ വലിയ ചർച്ചയായി വന്നിരിക്കുന്നത്. ഇനി വിശ്വാസികൾ ഇപ്പോൾ പ്രതിഷേധവുമായി രംഗത്ത് വന്നിട്ടുണ്ട്. അവർ പരാതിയുമായി ഏതെങ്കിലും അതോറിറ്റിക്ക് മുന്നിൽ എത്തുമോ എന്നത് കാത്തിരുന്ന് കാണേണ്ടതാണ്. അങ്ങനെ എത്തിയാൽ ദേവസ്വം ബോർഡ് ഇതിൽ എന്തെങ്കിലും നടപടി സ്വീകരിക്കുമോ അല്ലെങ്കിൽ ഭാവിയിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഒഴിവാക്കുമോ എന്നതാണ് കാത്തിരുന്ന് കാണേണ്ടത്. പ്രത്യേകിച്ചും ഇവന്റുകളിലൊക്കെ തന്നെയാണ് ഇത്തരത്തിൽ ബൗൺസേഴ്സിന്റെ സാന്നിധ്യം ഉണ്ടാകാറുള്ളത്. ക്ഷേത്രത്തിൽ അത്തരത്തിൽ നമ്മൾ കാണാറില്ല. അതാണ് ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യവും ഏറ്റവും പ്രധാനപ്പെട്ട വിഷയവുമായി ഉയർത്തിക്കൊണ്ട് വന്നിരിക്കുന്നത്. എന്തായാലും ഇന്ന് ഉത്സവം അവസാനിക്കുകയാണ്. ദേവസ്വം ബോർഡ് ഇതിൽ എന്ത് തുടർ നടപടികൾ എടുക്കും എന്നതും കാത്തിരുന്ന് കാണേണ്ടതാണ്. ക്യാമറമാൻ മനോജ് മാടശ്ശേരിക്കൊപ്പം എസ് ഷാഗിൻ, മാതൃഭൂമി ന്യൂസ്, കൊച്ചി.